Hellcat. Hello friends, എല്ലാവർക്കും ShreesFunBoxന്റെ മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീയ. സോ എല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. സോ അടുക്കള എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വരുന്നത് എന്താണ്? അതെ, കുക്കിംഗ്. സോ കുക്കിംഗ് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രഹസ്യമൊന്നുമില്ല, എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോ ഇട്ട് ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതെ, വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബക്കറ്റ് ചിക്കൻ ആണ്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ മസാല ഒക്കെ ഹോം മെയ്ഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഷോ അല്ലെങ്കിൽ ബക്കറ്റ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഞാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നീട് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ മസിലളിയൻ കോഴി. കണ്ടാ, നല്ല മസിലുണ്ട്. ഇതിന് നമ്മൾ വരയെല്ലാം വരച്ച് ഇവിടെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഒരു കുട്ടപ്പനാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ മാരിനേഷന് വെച്ചിട്ട് വേണം ഇവനെ പിന്നെ നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. ബക്കറ്റ് ചിക്കൻ ബാർബിക്യൂ ചെയ്യാം. നമുക്ക് സ്കിന്നുള്ള കോഴി വേണമായിരുന്നു. എല്ലാവരും പറയും സ്കിന്നുള്ള കോഴിയാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ സ്കിന്ന് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്കിന്ന് റീറ്റെയിൻ ചെയ്ത് ഡ്രസ് ചെയ്തെടുക്കണമെങ്കിൽ എന്തൊക്കെയോ ചൂടുവെള്ളം വേണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ അത് ആ സംവിധാനം ഒന്നും നമ്മളെ ഇവിടുത്തെ ലോക്കൽ ടീമിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ കോഴി വാങ്ങാൻ പോയ ടീമിന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്കിന്നൊക്കെ ഇല്ലാത്തൊരു സാധനം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ ഫാറ്റൊക്കെ പോയി. പിന്നെ കുറച്ച് ഭാഗത്ത് ഫാറ്റ് ഉണ്ട്. നോക്കാം എന്താവുന്നുള്ളത്. ഇനി ഞാന് ഇതിനെ വരയിടാൻ പോവാ. എന്നാലേ നമ്മൾ ഈ മസാല നല്ലോണം പിടിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിനെ നല്ലോണം വരഞ്ഞ് നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മളെ മസാല കൂട്ടങ്ങ് പിടിപ്പിക്കാൻ പോവാം. നമ്മളെ മസാലയുണ്ട്, അതിന്റെ ഓരോ ഇൻഗ്രീഡിയന്റ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഞാൻ മസാല എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചില്ലി പൗഡർ, കബാബ് മസാല, ഫെനൽ പൗഡർ, പെപ്പർ, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ടർമറിക് പൗഡർ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാം. എല്ലാം നന്നായിട്ട് നമ്മൾ ഉഷാറാക്കിയിട്ട് മിക്സ് ചെയ്യും. മഞ്ഞൾപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, പിന്നെ കുരുമുളക് പൗഡർ, പിന്നെന്താണ് നമ്മളെ ശ്രീയ പറഞ്ഞ പോലെ സ്പെഷ്യൽ കബാബ് മസാല. അതാണ് നമ്മളെ ബക്കറ്റ് ചിക്കൻ്റെ തുരിപ്പ് ചിക്കൻ. ഇനി ഞാൻ ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല ഒലിവ് ഓയിലാണ്. നല്ല അടിപൊളി ഒലിവ് ഓയിൽ. അപ്പോൾ നമ്മൾ ബാർബിക്യൂ പോലെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒലിവ് എണ്ണ ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ഓയിലും കോക്കനട്ട് ഓയിലൊക്കെ ചിലർ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ്. ഞാനിനി നല്ല പേസ്റ്റാക്കി മാറ്റും. ഇപ്പം ഞാനിപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാണ്. ഇനി ഞാൻ പാകത്തിന് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് പിന്നെ പാകത്തിനാണ്, ഓരോരുത്തരുടെ കൈപ്പിടിയിൽ പോകുന്ന പോലെ ഇരിക്കും, ടേസ്റ്റ് വരുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഞാനിതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എണ്ണ കുറവാണെന്ന് തോന്നി പേസ്റ്റ് ആയി മാറുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒലിവ് എണ്ണ ചേർക്കും. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്യാണ്. ഇനി നേരത്തെ കാണിച്ച നാരങ്ങ, നേരത്തെ കാണിച്ചോന്നറിയില്ല, നമ്മൾ നാരങ്ങയും കൂടി നമ്മളിനി ഇതിൽ പിഴിയും. ഇപ്പം അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും നാരങ്ങയുടെ. ഇപ്പം ഞാനിതിൽ എണ്ണ കുറച്ചും കൂടി ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കൺസിസ്റ്റൻസി. ഈ ഒരു ലെവലിലാണ് ഇപ്പം ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല എരിവും പൊടിയും ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ആ കബാബ് മസാലേൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, നല്ല മണവുമുണ്ട്. പക്ഷേ മണം നിങ്ങൾക്കിപ്പോൾ ക്യാമറയിലൂടെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ എടുത്തിട്ട് തേക്കാം.
മാക്സിമം മസാല നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആ കബാബ് മസാല, നമ്മുടെ സ്പെഷ്യൽ കബാബ് മസാലയുടെ ഫ്ലേവർ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ കബാബ് മസാലയുടെ ഫ്ലേവർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇവനെ നമ്മൾ പൊതിഞ്ഞ് വെക്കും. ഫോയിൽ ഇലയിലൊക്കെ വെക്കാം. ഇനി ഞാനിത് പാക്ക് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം ഫോയിലാണ് പാക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മളിത് കുറേ സമയം മാരിനേഷൻ വെക്കും. എത്ര സമയം കൂടുതൽ വെക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന ചിക്കൻ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സമയം മാരിനേഷൻ, 24 മണിക്കൂർ മാരിനേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എന്തായാലും മാറും. മീറ്റും നല്ല ടെൻഡറായിട്ട് മാറും ഈ ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ മാരിനേഷൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ആ ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടും. ഇതാണ് നമ്മളെ പാക്ക് ചെയ്ത് പൊതിഞ്ഞ് ഭദ്രാക്കി വെച്ച നമ്മളെ മാരിനേറ്റഡ് ആയ ചിക്കൻ. ഓക്കെ, അതിൻ്റെ ആ ഒരു ലുക്ക് തുറക്കുമ്പോൾ തന്നെ മണം കിട്ടുന്നുണ്ട്. മസാല, ആ ഒരു എണ്ണയും അല്ലെങ്കിൽ ഇറങ്ങി വന്ന് അവൻ നിൽക്കുന്നത് കണ്ടാ. ഓക്കെ, സൂപ്പറില്ലേ? ഇത് എണ്ണ ഇറങ്ങിയിട്ട് മസാലയൊക്കെ നമ്മൾ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഗുണം. ഇനി നമുക്ക് ഇതിൻ്റെ കാല്, എല്ലാവരും പറയും, എല്ലാവരും കാണിച്ച ടീംസ് പറയും ഇതിൻ്റെ കാലെന്തോ കൂട്ടിക്കെട്ടണം എന്നെല്ലാം പറയും. കാലിളകി വരുന്നോ? നമുക്ക് നോക്കാം. ഒരു ഇർക്കിലി, നല്ല ക്ലീൻ ഇർക്കിലിയാണ്, നല്ല സൂപ്പർ ഇർക്കിലി. കിട്ടി മോനെ, കിട്ടി. ഇപ്പം തന്നെ നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇതിനിപ്പോ ഇതേപോലെ കുത്തി നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ? ഇടയ്ക്ക് ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. കാല് കൂട്ടിക്കെട്ടിയാൽ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. ഇതിർക്കിലേക്ക് നീളം കുറച്ച് കൂടുതലാണ്, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമ്മളെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ കുറ്റി അടിച്ചു വെച്ചത്. നമ്മുടെ ഇലയൊക്കെ നിരത്തിയിട്ടുണ്ട്. പിന്നെ മണ്ണൊന്നും അധികം പറ്റാതിരിക്കാൻ വേണ്ടി മാക്സിമം പ്രൊട്ടക്ഷൻ ആക്കിയിട്ടുണ്ട്. ബക്കറ്റ് ചിക്കൻ. എല്ലാവരും പറയും കട്ടിയുള്ള അലുമിനിയം പാത്രം വേണം, അല്ലെങ്കിൽ ബക്കറ്റ് വേണം എന്നല്ല ആൾക്കാർ പറയും. അതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ ചെയ്തു നോക്കുന്നുണ്ട്. അപ്പം സംഭവം ഉഷാറാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിനി ബക്കറ്റ് കൊണ്ട് ഇവൻ അങ്ങോട്ട് മൂടാൻ പോവാണ്. മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റെപ്പ്. എല്ലാവരും പറയും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാം പറയും. അപ്പം ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം നമ്മൾ വെക്കാം. നല്ലൊരു കഴുകി വൃത്തിയാക്കിയ ഇഷ്ടിക ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ വീട്ടിൽ കിട്ടുന്നുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാം. ഇനി മതിയാവും തോന്നുന്നു. Okay guys, so now നമ്മൾ ഇപ്പോൾ ഇനി തീ ഇടാൻ പോവുകയാണ്. നമ്മൾ ഈ ബക്കറ്റെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചു. ഇനി ഈ തീ ഇട്ടതിന് ശേഷം എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കത്തും നമ്മളെ ഓല സംഘടിപ്പിക്കുന്നുണ്ട്. ഉടങ്ങിയ ഓല എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നോക്കട്ടെ. നമ്മളിപ്പം എല്ലാവരും പറഞ്ഞതല്ല, നമ്മളെ രീതിയിൽ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിക്കണം. നമ്മളിനി തീ കത്തിക്കുന്ന പരിപാടിയിലേക്ക് പോവാണ്.
നമ്മളിനി ഇനിയും കുറച്ച് ഡ്രൈഡ് ലീവ്സ് ഇടുന്നു. അത് ഇനിയും കത്തണല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഡ്രൈഡ് ലീവ്സ് ഇടുന്നു, കുറച്ചും കൂടി ഇങ്ങനെ കത്തി വരാൻ വേണ്ടിയിട്ട്. ഫാൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തീ കത്തൂല. ഉണ്ടോ, ഇപ്പം ഫാൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ തീ കത്തുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പറിലും തീ കത്തിച്ച് ഇങ്ങനെ വെക്കാം. നമ്മുടെ ഫൈനൽ ഫ്ലെയിം ആണ്. ഇത് കത്തിച്ചിട്ട് നമ്മൾ ഇനി എടുക്കും. നല്ല ചൂടുണ്ട്. നമ്മൾ ഫ്ലെയിമിങ് നിർത്തുകയാണ്. അപ്പം ഇനി മാക്സിമം ഇതിവിടെ ഒന്ന് കിടക്കട്ടെ. ഈ ആറുന്ന വരെ ഇതവിടെ കിടക്കും. ഇനി അതായത് നമ്മൾ 3 തവണ ആണ് ഏകദേശം ഫ്ലെയിം ചെയ്തത്. ആദ്യത്തെ തവണ ഇത്രയും സ്ട്രോങ് ആയിട്ട് തീ കൊടുത്തിട്ടില്ല. നമ്മൾ ഓലയുടെ ഇല വെച്ചിട്ടാണ്, ഓലമടൽ ഉണങ്ങിയത് വെച്ചിട്ടാണ് അത് ചെയ്തത്. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചപ്പുകൾ, അതായത് ഉണങ്ങിയ ഇലകളാണ് നമ്മൾ വെച്ചത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഫ്ലെയിമിംഗ് ആണ് നമ്മൾ നടത്തിയത്. അതായത് വീണ്ടും അത് കുറച്ച് അത്യാവശ്യം ഹെവി ഫ്ലെയിമിംഗാണ് ഞാൻ കൊടുത്തത്, ഉണങ്ങിയ ഓലമടൽ വെച്ചിട്ട്. അപ്പം അധികം ചെയ്താലും ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കിപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ അറിയില്ല. ഇറ്റ്സ് ഓൾ എക്സ്പെരിമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. വലിയ ചൂട് കണ്ടോ, നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് പോവാം. ഈ റിമൂവ് ചെയ്യാണ്. നല്ല നൂലെല്ലാം കിട്ടിയ നൂല് വേണമെങ്കിൽ ഒരു സ്ലൈസ് എടുത്ത് നോക്കാം. ചെയ്യാം. നന്നായി. നമ്മളെ ബക്കറ്റ് ചിക്കൻ സംഭവം ഉഷാറായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നാരങ്ങെല്ലാം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. മയണൈസ് ആക്കി വെച്ചിട്ട് മുക്ക് തിന്നാൻ വേണ്ടി മയണൈസ് ഉണ്ട്, ഹോം മെയ്ഡ്. പിന്നെ കക്കിരിക്ക, നല്ല ഫ്രഷ് കക്കിരിക്ക മുറിച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി, അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്ത് നോക്കട്ടെ. ഷിയക്ക് വെക്കാൻ വേണ്ടത് കാലിൻ്റെ പീസ് നല്ല വൃത്തിക്ക് വളരെ അതിമനോഹരമായിട്ട് ഊർന്ന് വരുന്നുണ്ട് സാധനം. ആ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഒരു ചപ്പാത്തി, പിന്നെ അവളെ ഇഷ്ടപ്പെട്ട മയണൈസ്. ഇതാണ് കോമ്പിനേഷൻ. സോ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ല സ്മോക്കി ഫ്ലേവർ ആണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഈ ബക്കറ്റ് ചിക്കൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. ബിക്കോസ് ആ സ്മോക്കി ഫ്ലേവർ മാത്രമല്ല, ആ മേയോണൈസും ആ ടെൻഡർ മീറ്റും ചപ്പാത്തിയും കൂട്ടുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ നമ്മളിത് ഈ പ്രിപ്പറേഷൻ ചെയ്തത് ബാക്ക് യാർഡിലാണ്. ബിക്കോസ് തീയൊക്കെ ഇൻവോൾവ് ചെയ്യുന്നൊരു സംഭവമല്ല, അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് യാർഡിലാണ് ചെയ്തത്. നിങ്ങളിത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. സ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഞാൻ വരെ ബാക്കിൽ സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയി കാണാം. അപ്പോഴത്തേക്കും ബൈ.